ഖദറിന്റെ രാത്രി ഏതാണെന്ന് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ അവസാനത്തെ 10 ദിവസങ്ങളിൽ പ്രതീക്ഷിച്ചോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെയും നിങ്ങൾക്ക് 9 ബാക്കിയുള്ളപ്പോൾ, 7 ബാക്കിയുള്ളപ്പോൾ, 5 ബാക്കിയുള്ളപ്പോൾ, 3 ബാക്കിയുള്ളപ്പോൾ എന്നിങ്ങനെയുള്ള സൂചനകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലെ അവസാനത്തെ ഒറ്റയായ രാവുകളിൽ പ്രതീക്ഷിച്ചോളൂ എന്ന റിപ്പോർട്ടുകളും നമുക്ക് കാണുവാൻ സാധിക്കും. ചില സഹാബിമാർ അത് 27-ാം രാവെന്ന് റിപ്പോർട്ട് ചെയ്തതായിട്ടും കാണുവാൻ സാധിക്കും. മൊത്തത്തിൽ പരിശോധിച്ചു നോക്കിയാൽ ഏതെന്ന് നിർണയിക്കപ്പെട്ടിട്ടില്ല. അവസാനത്തെ 10-ൽ ഒറ്റയായി വരുന്ന രാവുകളിൽ അതിൽ തന്നെയും 21-ഉം അതുപോലെ തന്നെ 27-ഉം ഒക്കെ പ്രധാനമാണ് എന്നിങ്ങനെയൊക്കെ നമുക്ക് വിചാരിക്കാമെന്നുള്ളതല്ലാതെ ഇന്ന രാത്രിയാണെന്ന് ഉറപ്പിച്ചു പറയാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. അത് തന്നെയും അവസാനത്തെ 10-ൽ മുഴുവനും പ്രതീക്ഷിക്കണം എന്ന് പറയുമ്പോ 21-ാം രാവ് കഴിഞ്ഞാൽ പിന്നെ ആരും ഇന്ന് 22 നാളെ, അതുകൊണ്ട് അതത്ര കാര്യമാക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അശ്രദ്ധമാകരുതേ. പിന്നെ 23-ാം രാവ് നോക്കിയാ മതി എന്ന് ചിന്തിക്കരുത്. ഈ ഇരട്ടയായ രാവുകളിലും വരാം. പണ്ഡിതന്മാരത് പ്രത്യേകമായി പറയുന്നുണ്ട്. ചിലപ്പോ 30 തികയുന്ന മാസങ്ങളിൽ ചിലപ്പോ ഇരട്ടയായ രാവുകളിലാവാം. 29 വരുന്ന രാവുകളിൽ ചിലപ്പോ ഒറ്റയായ രാവുകളിലാവാം. അതൊന്നും നമുക്ക് പറയാനാവില്ല. ഒരു വർഷം ഒറ്റയായ രാവിലാണെങ്കിൽ ചിലപ്പോൾ അടുത്ത വർഷം വേറൊരു രാവിലായിരിക്കാം. ഒറ്റയായ രാവുകൾ തന്നെ വർഷം തോറും മാറിയേക്കാം. ചിലപ്പോൾ ഇരട്ടയായ രാവിലും വന്നേക്കാം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്താണ് പ്രവർത്തിക്കേണ്ടത്? മുഴുവൻ രാവുകളും അതുമായി അവസാനത്തെ 10 ദിവസങ്ങളും ഒരു കാര്യത്തിൽ പോലും അശ്രദ്ധയില്ലാതെ നന്മയിലേക്ക് നമ്മൾ മുന്നേറണം. ഇൽതമിസൂഹാ ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമദാൻ. റമദാനിലെ അവസാനത്തെ 10-ൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിച്ചോളൂ. കണ്ടോ, അപ്പൊ അവസാനത്തെ 10-ൽ എന്ന് പറയുമ്പോ അതിൽ ഒറ്റരാവും പെട്ടു, ഇരട്ടരാവും പെട്ടു. ഇനി അതിൽ തന്നെയും പ്രത്യേകം പറഞ്ഞതാണ് ഒറ്റയായ രാവുകളിൽ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. എന്നും റിപ്പോർട്ടിലുണ്ട്. അവസാനം വരുന്ന 7 രാവുകളിൽ പ്രതീക്ഷിച്ചോളൂ എന്നും അഭിപ്രായമുണ്ട്. അപ്പോൾ അതിലും വരുന്നുണ്ട് ഇരട്ടരാവെന്ന് മനസ്സിലാക്കണം. ഇനി അവസാനത്തെ രാത്രിയാകുമോ അതും നമുക്കറിയില്ലല്ലോ, നമുക്കറിയില്ല. അതുകൊണ്ട് ഇന്ന രാവാണെന്ന് കണക്ക് കൂട്ടിയിട്ട് അന്ന് മാത്രം പള്ളികളിൽ തിക്കും തിരക്കും, അന്ന് മാത്രം സൽക്കർമ്മങ്ങൾ, അന്ന് മാത്രം ഒരു പ്രത്യേകമായ കാര്യങ്ങൾ അങ്ങനെ ചെയ്യരുത്. എല്ലാ രാവുകളിലും അധ്വാനിക്കണം.